بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 102 താഹ സൂറത്തിൽ നിന്നുള്ള 56-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ 55 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അതിൽ മിൻഹാ ഖലഖ്നാകും ഫീഹാ നുഈദുകും മിന്നാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന ഉള്ള ആയത്ത് നമ്മൾ വിശദീകരിച്ചു പറഞ്ഞു. മിൻഹാ ഖലഖ്നാകും, അതിൽ നിന്ന് നാം സൃഷ്ടിച്ചു, ഭൂമിയിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു. ആദം നബിനെ അങ്ങനെ സൃഷ്ടിച്ചാണല്ലോ, നമ്മൾ പറഞ്ഞ വീഡിയോയാണ് 101 പറഞ്ഞിട്ടുണ്ട്. ഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കുന്നു. അതായത് നമ്മൾ ആറടി മണ്ണിൽ പോയി അവിടെ ഖബറിലേക്കാണ് പോകുന്നത്. അപ്പം മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലേക്ക് തന്നെ പോയി. പിന്നെ ആ മണ്ണിൽ നിന്ന് നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, ഒരിക്കൽ കൂടി നിങ്ങളെ ഹയാത്താക്കും. എന്നിട്ടോ അത് ബഅസിന് വേണ്ടി മഹ്ശറയിൽ. അപ്പോൾ നമ്മൾ പറയും എന്തെന്ന്, മം ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ എന്ന് ഓരോരുത്തരും പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേൽക്കുക. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയുകയോ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത് ആരാണെന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യാസിൻ സൂറത്തിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ സാന്ദർഭികമായി വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പൊ അത് 55-ാമത്തെ വീഡിയോ ആണ്. 55-ാമത്തെ ആയത്താണ്. 56-ാമത്തെ ആയത്തില് ഇന്ന് മുതൽക്ക് എടുക്കുന്നത്. അതിൽ വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅസ്വാ. വലഖദ് അറൈനാഹു, അവന് നാം കാണിച്ചു കൊടുത്തു. വലഖദ് അറൈനാഹു, തീർച്ചയായും നാം കാണിച്ചു കൊടുത്തു ഫിറഔന്. ഫിറഔന്, അതാണ് അവന് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. ഇനി ഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് അർത്ഥമുണ്ട് കേട്ടോ. ഈ അദ്ദേഹം എന്ന് ഇവിടെ പറയണ്ട, അങ്ങനെ ബഹുമാനിച്ചു പറയേണ്ട ഒരു ആവശ്യം ഇവിടെയല്ല ഫിറഔനെ സംബന്ധിച്ചിടത്തോളം. വലഖദ് അറൈനാഹു, അവന് നാം കാണിച്ചു കൊടുത്തു. ആയാത്തിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെ? ആദ്യമായിട്ട് അസ, വടി, പിന്നെ കയ്യ്, അല്യത് കയ്യ്, പിന്നെ വേറെയും കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, 9 അതിൽ യത്, അസ, തൂഫാൻ, വെള്ളപ്പൊക്കം ഉണ്ടായത്, ജലപ്രളയം, ജറാദ് എന്ന് എവിടെ നോക്കിയാലും ജറാദ്, അറബികൾ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയാണ് ജറാദ് എന്ന് പറയുന്നത്. വെട്ടുകിളി എന്നൊക്കെ പറയുന്നത്, അതൊരു പ്രത്യേക പക്ഷിയാണ്, എല്ലാവർക്കും അറിയാത്. പിന്നെ കുമ്മല്, ലഫാദി, ഇതുകൊണ്ടുള്ള വിഷമങ്ങളും ഇതൊക്കെ. കുമ്മല് പേന്, ലഫാദി തവളകള്, ദമ്, രക്തം, എവിടെ നോക്കിയാലും രക്തം, സിനീന, ക്ഷാമം പിടിപെടുക, ജദ്ബ്, കഹത്ത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നഖ്സ്, സമറാത്ത്, ഭക്ഷ്യസാധനങ്ങള്, ഭക്ഷ്യധാന്യങ്ങള്, ഇതൊക്കെ ആവശ്യത്തിന് തയ്യാതെ വരിക. ഇങ്ങനെ പലതും. പിന്നെ മൂസ നബി അലൈഹിസ്സലാം വടി കൊണ്ട് അടിച്ചപ്പോൾ അതിൽ നിന്ന് നദികൾ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആയത്തുണ്ടല്ലോ. നിർബുഹുൽ ഹജർ ബിൽ അസ, വടി കൊണ്ട്, ഈ മൂസനബിയുടെ കയ്യിലുള്ള വടി കൊണ്ട് കല്ലിനെ അടിച്ചപ്പോൾ കല്ല് പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് നദികൾ പുറപ്പെട്ടു എന്നാണ്. പിന്നെ അവർക്ക് ആളുകള് മൂസനബിയും പാർട്ടിയും കൂടി സഞ്ചരിക്കുമ്പോൾ ശക്തിയായ ചൂടുള്ള സമയത്ത് മേഘങ്ങൾ നേരിട്ട് കൊടുക്കുക, തദ്ലീലുഹും ബിൽ ഗമാം. പിന്നെ ഇൻസാലുൽ മന്നു സൽവ, മണ്ണ് സെൽവ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം. മണ്ണ് സെൽവ എന്ന് പറയുന്ന ഭക്ഷണം നല്ല ഇന്റർനാഷണൽ ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണത്തെക്കാൾ രുചികരമായ ഭക്ഷണമാണ്. അങ്ങനെ ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ട് ഈസനബിയുടെ കാലത്ത്. ഈസാനബിയുടെ പ്രാർത്ഥനാപരമായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബനി ഇസ്രായേലിന് കിട്ടിയ നേട്ടങ്ങളാണ്. ആ ബനി ഇസ്രായേലത്തെ പ്രവാചകനാണ് ഈസാനബിയും
മൂസ നബിക്ക് ശേഷമാണല്ലോ ഈസ നബിയൊക്കെ. അപ്പോ വളരെയധികം അസാധാരണ സംഭവങ്ങളും മൊയ്ജിസത്തുകളും ഉണ്ടായിട്ടുണ്ട്. ഈ ആയത്തുകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അതിലൊന്നും അവർ ഒരു താല്പര്യം കാണിക്കാതെ കളവാക്കിയിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ചു, അതല്ലെങ്കിൽ മൂസ നബി പറഞ്ഞതിനെ ധിക്കരിച്ചുകൊണ്ട് പിന്മാറുക ചെയ്തത് ഫിറഔൻ. എന്നിട്ട് 57-ാമത്തെ ആയത്തിൽ ഫിറഔൻ പറയാണ്, ഫിറഔൻ പറഞ്ഞു, അജിഅ്തനാ ലിതുഖ്രിജനാ മിൻ അർദിനാ ബിസിഹ്രിക യാ മൂസ. അജിഅ്തനാ, നീ ഞങ്ങൾക്ക് വന്നു. ജിഅ്ത, നീ വന്നു, ഞാൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അജിഅ്തനാ, നീ ഞങ്ങളുടെ അടുത്ത് വന്നത് ആണോ? എന്തിന്? ലിതുഖ്രിജനാ, ലി വേണ്ടി നടത്തണം. തുഖ്രിജന, ഞങ്ങളെ പുറത്തെടുക്കാൻ വേണ്ടി, പുറപ്പെടുവിക്കാൻ വേണ്ടി. അൻ അർലിന, ഞങ്ങളുടെ ഭൂമി. മിൻ അർലിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന്. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ വന്നത്, ഞങ്ങളുടെ അടുത്ത് വന്നത്, പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട്? ബിസ്ഹിരിക്ക, നിന്റെ ഈ ജാലവിദ്യ കൊണ്ട്. മൂപ്പര് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ജാലവിദ്യയാണെന്നാ. അത് മൂസ നബി വടിയുടെ അത്ഭുതം കാണിച്ചു, അത് ജാലവിദ്യയാണെന്ന് പറഞ്ഞു. പിന്നെ കയ്യ് കക്ഷത്ത് വെച്ച് എടുത്താൽ പ്രശോഭിതമാവുന്നു. ഒരു കുഴപ്പമില്ലാത്ത കയ്യ, ഇത് സൂക്കട പിടിച്ചിട്ടുള്ള ഇതൊന്നുമല്ല. അങ്ങനെ അതും ഒക്കെ പറഞ്ഞപ്പോ അത് നിന്റെ നിന്റെ ജാലവിദ്യ, ഇതൊക്കെ നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളോട് താമസിക്കുന്ന, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ഞങ്ങളെ നീ പുറത്താക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഫിറഔൻ തിരിച്ചു ചോദിക്കുക. ഫിറഔൻ പറഞ്ഞു, അജിഅ്തന, മൂസ നബിയോട് ചോദിച്ചു, അജിഅ്തന, നീ ഞങ്ങളുടെ അടുത്ത് വന്നത് ലിതുഖ്രിജന, ഞങ്ങളെ നീ പുറത്താക്കുവാനാണോ? മിൻ അർദിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ബിസിഹ്രിക, നിന്റെ ജാലവിദ്യ കൊണ്ട്. യാ മൂസ, ഹേ മൂസ എന്ന് ഫിറഔൻ ചോദിക്കുകയാണ്. അപ്പൊ ഫിറഔന് ഇതിലൊന്നും വിശ്വാസമല്ല. ഈ മൂസ നബി അലൈഹിസ്സലാം ഈ കാണിക്കുന്നതൊക്കെ ജാലവിദ്യകളും മറ്റുമാണ് എന്നുള്ളതാണ് അവന്റെ പക്ഷം. 58-ാമത്തെ ആയത്ത്, ഫലനഅ്തിയന്നക ബിസിഹ്രിൻ മിസ്ലിഹി ഫജഅൽ ബൈനനാ വബൈനക മൗഇദൻ ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത മകാനൻ സുവാ. ഫലനഅ്തിയന്നക, അതുകൊണ്ട് മൂസ, നീ ജാലവിദ്യയാണ് കാണിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഫലനഅ്തിയന്നക, നിന്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവരും, തീർച്ചയായും കൊണ്ടുവരും. ബിസിഹ്രിൻ മിസ്ലിഹി, നീ കാണിക്കുന്ന ജാലവിദ്യ പോലെയുള്ള ജാലവിദ്യ ഞങ്ങളും കൊണ്ടുവരും. നിന്നെ അങ്ങനെ വിടാൻ പറ്റൂല എന്നുള്ളതാണ് ഫിറഔന്റെ പക്ഷം. അപ്പോ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണ് ഫിറഔൻ എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. എന്താ ഏറ്റുമുട്ടല്? മൂസ നബിയുടെ ചെയ്തികളെല്ലാം ജാലവിദ്യയാണെന്നാ പറയുന്നത്. എന്നാൽ ജാലവിദ്യക്ക് പറ്റിയ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഞാനും അതുപോലെ ചെയ്യും എന്നാണ് ഇപ്പൊ ഫിറഔൻ പറയാൻ പോകുന്നത്. ഫലനഅ്തിയന്നക, നിന്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവരും തീർച്ചയായും. ബിസിഹ്രിൻ മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു ജാലവിദ്യ. ബിസിഹ്രിൻ മിസ്ലിഹി, ഇതുപോലെയുള്ള ജാലവിദ്യ. ഫജഅൽ ബൈനന, ആയതുകൊണ്ട് നിശ്ചയിക്കൂ, ബൈനന, നമ്മളുടെ അടുക്ക്. നീ നിശ്ചയിക്ക്, ഫജഅൽ, നീ നിശ്ചയിക്ക്, ബൈനന, നമ്മളുടെ അടുക്ക്, ഓ ബൈനക്ക, നിന്റെ അടുക്കും. നീയും ഞാനും നമ്മളും തമ്മിൽ ഒരു മൗഇദൻ, ഒരു സമയം നിശ്ചയിക്കുക, സ്ഥലം നിശ്ചയിക്കുക. ലാ നുഖ്ലിഫുഹു, നമ്മൾ അത് തെറ്റിക്കുകയില്ല. ലാ നുഖ്ലിഫു, നമ്മൾ അതിനെ എതിർ പ്രവർത്തിക്കുകയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ വാഗ്ദത്തം നമ്മൾ തെറ്റിക്കില്ല. ഹു നഹ്നു, നമ്മൾ തെറ്റിക്കില്ല, വലാന്ത, നീയും തെറ്റിക്കാൻ പാടില്ല.
മക്കാനും സുവ. ഇത് നടക്കുന്നത് ഒരു മധ്യമായ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കണം. അപ്പോ ഫിർഔൻ പറയാ, രാജകൽപ്പനയാണ്, രാജാവാണല്ലോ പറയണത്. അപ്പൊ ആ പറയുന്നതിന്റെ വാല്യൂ നോക്കി വേറെ അതൊന്നും പറയണില്ല. രാജാവ് പറയണത് നീ ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ ജാലവിദ്യകളാ. ഈ ജാലവിദ്യ, ഇതിനെ പറ്റിയ ഒരു ജാലവിദ്യ നമ്മളും കൊണ്ടുവരും. അതുകൊണ്ട് നീ ഒരു സമയം നിശ്ചയിക്കുക. നമ്മളുടെ ഇടക്ക് അനുയോജ്യമായ ഒരു സമയം സ്ഥലവും നീ പറഞ്ഞോ. അതിന് ഞാനോ നീയോ എതിര് പ്രവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ പ്രവർത്തിക്കില്ല, ഞങ്ങൾ അതിനെ എതിരും ചെയ്യുന്നില്ല, നീയും ചെയ്യാൻ പാടില്ല. അത് എല്ലാവർക്കും സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചിട്ടാവണം. അപ്പോൾ സമയം സ്ഥലവും നിശ്ചയിക്കുക. അപ്പോൾ ഈ മൂസ നബി അലൈഹിസ്സലാം തന്നെയാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് ഫിർഔൻ. മൂസ നബി അലൈഹി സ്വലാമിനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ഇത് ഏറ്റെടുക്കുക. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവണം നീ ഒരു സാഹിറാണ്, നീ അള്ളാന്റെ റസൂലൊന്നുമല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മളുടെ ഒരു കൂടിച്ചേരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ആ സ്ഥലത്തും സമയത്തും നമ്മളെല്ലാവരും ഒത്തുചേരണം. എന്നിട്ട് അപ്പോ മൂസ നബി അലൈഹി സ്വലാം അത് പറയാണ്. കാല 59-ാമത്തെ ആയത്തിൽ കാല മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, മൗഇദുക്കും യൗമുസ്സീനത്തി കാല മൂസ നബി പറഞ്ഞു, മൗഇദുക്കും നിങ്ങളുടെ ആ സമയമുണ്ടല്ലോ, ആ സ്ഥലം, ആ സമയം യൗമുസ്സീനത്തി ഇവിടുത്തെ ആ ആഘോഷ ദിവസമാണ്. ആഘോഷം അവരുടെ പെരുന്നാള് ദിവസം, ഒരു പെരുന്നാൾ ദിവസമാണത്. അവർക്ക് ഏതോ പെരുന്നാളുണ്ട്, ആ പെരുന്നാളിന്റെ ഒരു ദിവസമാണ്. മൂസനബി ജീവിക്കുന്ന മദീനയാണല്ലോ, അതായത് പട്ടണമാണ്, ഈജിപ്താണ്. ആ ഈജിപ്തിലെ പെരുന്നാളുകൾ ഏതൊക്കെയാണെന്ന് മൂസനബിക്ക് അറിയാലോ. ആ പെരുന്നാൾ ദിവസം ആവട്ടെ എന്ന് പറഞ്ഞു മൂസനബി. മൗഇദുക്കും നിങ്ങൾക്ക് ഉള്ള പിന്നെ ഈ വിശേഷ ദിവസം ആണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ആ ദിവസം നിങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്, യൗമുസ്സീന. ആളുകൾ എല്ലാവരും ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടണം. ലുഹാ സമയത്ത്. ലുഹാ സമയം എന്ന് പറഞ്ഞാൽ ലുഹറിന്റെയും സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞാലുള്ള സമയമാണ് ലുഹ എന്ന് പറഞ്ഞത്. ആ സമയത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ള ഇത് ഒരു സമയം നിശ്ചയിച്ചു. മൂസ നബി അലൈഹിസ്സലാം ഇവര് ഈ വിശേഷ ദിവസമാവണമെന്ന് പറഞ്ഞതിൽ മൂസ നബി അലൈഹിസ്സലാമിന് വേറെ പ്രതീക്ഷ. മൂസ നബി അലൈഹിസ്സലാം ഇത് ജനങ്ങൾക്ക് എല്ലാവരെയും കൂടിയിട്ട് അത് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന പ്രബോധനം നടത്താമല്ലോ. ഈ കാര്യത്തിൽ ഫിർഔൻ തോൽക്കുമെന്ന ഉറപ്പാണ്, അള്ളാഹു തോൽപ്പിക്കുമെന്നുള്ളത്. അവിടെ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹിദായത്തിന്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നുള്ള തൗഹീദ് അവർക്ക് പ്രബോധനം ചെയ്യാം. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം നിങ്ങളുടെ പെരുന്നാൾ ദിവസത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഫിർഔൻ അതിനെ എതിരൊന്നും പറഞ്ഞില്ല. കാല മൗഇദുക്കും യൗമുസ്സീനത്തി വയശ്റന്നാസു ദുഹാ. അതിനെ പറ്റിയ സമയം യൗമുസ്സീനത്ത്, ആ പെരുന്നാൾ ദിവസമാണ്. എല്ലാവരും ദുഹാ സമയത്തായിട്ട് ഒരുമിച്ച് കൂടുകയും ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ മധ്യാഹ്നമല്ല, ഉച്ചക്കല്ല. ഉച്ചയ്ക്കും സൂര്യോദയത്തിന് ഇടയ്ക്കുള്ള സമയമാണ് ദുഹാ സമയം, പൂർവാഹനം. ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത് ഇന്നമാ അയ്യന,
മൂസ അലൈഹിസ്സലാം ദാലിക്കല്ലോ ലിൽ മുബാറസ ലിയുദ്ഹിറൽ ഹഖ വയസ്ഹഖൽ ബാത്തിൽ അലാ റൂസിൽ അഷ്ഹാദ്. ജനങ്ങളുടെ എല്ലാവരുടെയും പിന്നെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് സത്യത്തെ സ്ഥാപിക്കുവാനും ബാത്തിലിനെ നിരർത്ഥമാക്കുവാനുമുള്ള ഒരു ഇതായിട്ടാണ് മൂസ നബി അലൈഹി സ്വലാം ഇതിനെ കണ്ടത്. അതുകൊണ്ടാണ് ഈ സമയം പറഞ്ഞത്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുമല്ലോ. അപ്പോൾ തന്നെയല്ല മൂസ നബിയുടെ മുഅ്ജിസത്ത് ജനങ്ങൾക്ക് ആകമാനം ശ്രദ്ധിക്കപ്പെടാനും ലോകമാകമാനം ഇത് പ്രസിദ്ധപ്പെടുവാനും കാരണമായി തീരും. അതൊക്കെ കാരണമാണ് മൂസ നബി ഇങ്ങനെ യൗമുസീനത്തി മൗഇദുക്കും യൗമുസീനത്തി വഅയ്യശ്റന്നാസു ദുഹാ എന്ന് പറഞ്ഞത്. മൗഇദുക്കും നിങ്ങളുടെ ആ സമയം യൗമുസീനത്തി പെരുന്നാൾ ദിവസമാണ്, വഅയ്യശ്റന്നാസു ദുഹാ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടേണ്ട സമയം ദുഹാ സമയവുമാണ്. ഇത് പറഞ്ഞ് അപ്പോ ഇത് ഫിറഔൻ അംഗീകരിച്ചു. എന്നിട്ടോ ഫതവല്ല, ഫിറഔൻ അവിടെ നിന്ന് പോയി. അപ്പൊ അതിന് കുറച്ച് സമയം ഉണ്ടാവും. ഇതിപ്പോ നാളെയൊന്നും അല്ലല്ലോ, നാളെയൊന്നും ആവില്ല. അടുത്ത ആയത്തിൽ പറയുന്ന ഫതവല്ല ഫിറഔൻ ഫജമഅ കൈദഹു സുമ്മ അത്ത. ഫതവല്ല ഫിറഔൻ, ഫിറഔൻ അങ്ങനെ പിന്തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടാതെ പിന്തിരിഞ്ഞു പോയി എന്നല്ല, ഇതില് ഫിറഔന് സമ്മതമാണ്. സമ്മതമായിട്ട് ഫിറഔൻ തിരിഞ്ഞു പോയി, അവിടുന്ന് ആ സ്ഥലം വിട്ടു. രാജാവല്ലേ, അപ്പോ രാജകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളാണല്ലോ. അവിടുന്ന് പോയി, ഫിറഔൻ പോയി. ഫജമഅ കൈദഹു, അങ്ങനെ ഇയാള് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും ശേഖരിച്ചു. ഫജമഅ തവല്ല പിന്തിരിഞ്ഞു ഫിറഔൻ. ഫജമഅ അദ്ദേഹം സംഘടിപ്പിച്ചു കൈദഹു അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ. തന്ത്രങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സഹരത്തിനെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജാലവിദ്യക്കാരെ സംഘടിപ്പിച്ചു. പിന്നെ ജാലവിദ്യക്കാർക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ നൽകി. അതും എല്ലാം സംഘടിപ്പിച്ചു. അങ്ങനെ സംഘടിപ്പിച്ചിട്ട് സുമ്മ അത്ത, പിന്നെ അവൻ വന്നു. എവിടെ? ഈ രംഗത്ത്. അപ്പൊ ആരും ഈ പറഞ്ഞതിന് എതിർ പ്രവർത്തിച്ചില്ല. ഫതവല്ല ഫിറഔൻ ഫജമഅ കൗദഹു സുമ്മ അത്ത. ആദ്യം ഫിറഔൻ ഇത് കേട്ടപ്പോൾ, മൂസ നബി പറഞ്ഞു കേട്ടപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഫിറഔൻ പോയി. ഫിറഔൻ പോയിട്ട് പുള്ളി മിസ്റിലുള്ള ഈജിപ്തിലുള്ള എല്ലാ ജാലവിദ്യക്കാരെയും മിസ്മരിസ്റ്റുകളെയും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ സമയത്തേക്ക് എല്ലാവരും സ്ഥലത്തെത്തി. ഇത്ര വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെയുള്ള ഫോൺ ചെയ്തിട്ടോ മറ്റോ പറയാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷെ എല്ലാവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ആളുകളൊക്കെ കിട്ടി. ഫിറഔന്റെ ഉത്തരവ് പ്രകാരം ആളുകളെല്ലാം സ്ഥലത്തെത്തി. ഈജിപ്തിലാകമാനം ഈ വാർത്ത എല്ലായിടത്തും എത്തി. അങ്ങനെ ഈ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. ഫതവല്ല ഫിറഔൻ ഫജമഅ കൈദഹു സുമ്മ അത്ത ഇൻസറഫ ഫിറഔൻ വജമഅ സഹറത മജ്മഅ സഹർ സുമ്മ അത്ത അൽ മൗഇദ് വമഅഹു അസ്സഹറതു വഅദവാതുഹും. ഫിറഔനും പാർട്ടിയും സഹറത്തും മറ്റുള്ള എല്ലാവരും അവരുടെ സാമഗ്രികളുമായിട്ട് ഒരു കഷ്ണം കയറും ഒരു വടിയും. ഏകദേശം ഒരു 72ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ സഹറത്ത്. ഈ ജാലവിദ്യക്കാര് 72 പേരുണ്ടായിരുന്നു. ഈജിപ്തിലാകമാനം ഈജിപ്തിൽ നിന്നോട്ടാകെ കിട്ടിയ സഹറത്ത്. ഓരോരുത്തരുടെയും കയ്യിൽ കയറും വടിയും ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ മെറ്റീരിയൽസ്.
അങ്ങനെ ഫിറൗൻ പോയി. എന്നിട്ട് അവന്റെ തന്ത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി. പിന്നെ അവൻ തിരിച്ചു വന്നു. സുമ്മാത്ത ഇതിപ്പോ 60-ാമത്തെ ആയത്താണ് ഇപ്പൊ പറഞ്ഞത്. 61 മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. ജലദോഷം കുറെ ഉള്ളത് കൊണ്ട് ശബ്ദം വളരെ ക്ലിയർ അല്ല, ക്ഷമിക്കണം എന്നുള്ള എല്ലാവരെയും ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.